ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ടേൽസ് ഓഫ് ജയ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ്. നമ്മൾ എല്ലാവരും വീടുകളിൽ സാധാരണ ചെയ്യാറുള്ള ഒരു കുറുമ, പീസ് പൊട്ടാറ്റോ കുറുമ. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാം. ഇത് ഒരു 2 ഉരുളക്കിഴങ്ങും കുറച്ച് പട്ടാണിയും വേവിച്ചെടുത്താണ്. വളരെ കുറച്ച് പട്ടാണി എടുത്തിട്ടുള്ളൂ, മാക്സിമം 1 പിടി അളവിൽ. അതുപോലെ തന്നെ ഇത് തേങ്ങ ചിരവിയത് ഒരു മുഴുവൻ തേങ്ങയുടെ 1/4 ഭാഗത്തോളം എടുത്തിട്ടുണ്ട്. കുറച്ച് ചെറിയ ഉള്ളിയും വലിയൊരു സവാളയും വലിയൊരു ഉള്ളിയും ഇതിലേക്ക് വഴറ്റി അരയ്ക്കാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്നതാണിത്. കൂടെ 2 പച്ചമുളകും കുറച്ച് കുരുമുളകും. മസാലയായിട്ട് ഉപയോഗിക്കുന്നത് കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ കുറച്ച് പെരുംജീരകം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 6 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ അരച്ചെടുത്ത പേസ്റ്റ്, ഒരു 2 തക്കാളി ചെറുതായി അരിഞ്ഞു വെച്ചത്, ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ 2 സ്പൂണ് മല്ലിപ്പൊടിയും എടുത്തു വെച്ചിട്ടുണ്ട്. ചീൻചട്ടിയിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താ ചട്ടിയുടെ ഒരു ഭംഗി! ഗ്രാമ്പു, ഏലക്ക, പട്ട, കുറച്ച് പെരുംജീരകം ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരിഞ്ഞു വെച്ച ഈ വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ചെറിയ ഉള്ളി, കുറച്ച് കുരുമുളക്, 2 പച്ചമുളക്, ഇതെല്ലാം ഒന്ന് വഴറ്റിയിട്ട്, അങ്ങനെ ഒരുപാട് മൂപ്പിച്ച് കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് ചൂടാക്കി തേങ്ങയിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് തേങ്ങയും ചേർത്ത് കൊടുക്കുന്നു. നേരത്തെ ചിരവി വെച്ച തേങ്ങ. ചൂടാക്കിയ ഈ കൂട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഈ കൂട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. എണീച്ച് വരാത്തതല്ലേ. നേരത്തെ വഴറ്റി വെച്ച തേങ്ങയും ഉള്ളിയും പച്ചമുളകും മറ്റു മസാലകളെല്ലാം അരച്ചെടുത്തു നല്ലപോലെ. അടുപ്പ് കത്തിച്ച് കുക്കർ എടുത്ത് വയ്ക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ജീരകം ചേർക്കാൻ പോകുന്നത് നേരത്തെ എടുത്ത് വെച്ച മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എണ്ണയിലേക്ക് നേരിട്ട് ചേർക്കാം. അപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചതും ചേർക്കാം. ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം. വഴണ്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഇത് നല്ലപോലെ വെന്ത് നല്ല മഷിയായി തുടങ്ങി. ഇനി നമുക്ക് ഇവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന പട്ടാണി ഉരുളക്കിഴങ്ങും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ അരച്ച് വെച്ച തേങ്ങ ചേർത്ത് ഈ പേസ്റ്റും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് നേരം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഉള്ളതെല്ലാം നല്ലപോലെ ഒന്ന് കഴുകി ഒഴിച്ചു. ഇത് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങും പട്ടാണിയും വേവിക്കുമ്പോൾ അത്യാവശ്യത്തിന് ഉപ്പിട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്. ഇത് ബാക്കിയുള്ള ഈ മസാലകൾക്ക് വേണ്ടിയുള്ള ഉപ്പ് ഒന്ന് ഇളക്കി ചേർത്ത് ആവശ്യത്തിന് ഉപ്പുണ്ടോയെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർക്കാം. ഇതിപ്പോൾ കറക്റ്റാണ്, ഇവിടെ ഇനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല, പാകത്തിന് ഉപ്പുണ്ട്. കുറച്ച് മല്ലിയിലയും ഇതിലേക്ക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. കഴുകി വൃത്തിയാക്കിയതാണ്. പൊട്ടിച്ച് ചേർത്ത് കൊടുത്ത് ഒരു 10 മിനിറ്റ് നല്ലപോലെ തിളപ്പിച്ച് വാങ്ങി വയ്ക്കാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റോളം നല്ലപോലെ തിളച്ച് എല്ലാം നല്ല ചേർന്ന് കുറുമ നല്ലപോലെ റെഡിയായി കഴിഞ്ഞു. പട്ടാണി ഉരുളക്കിഴങ്ങ് കുറുമ റെഡി. അങ്ങനെ ഇന്നത്തെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള കുറുമ റെഡി. സിമ്പിൾ കുറുമ. ഇന്ന് നമ്മളിത് അപ്പത്തിനൊപ്പമാണ് കഴിക്കുന്നത്. വരൂ കഴിക്കാം. അപ്പോൾ കുക്കിംഗ് എല്ലാം കണ്ടു കഴിഞ്ഞ് കാണുമല്ലോ അല്ലേ? എങ്ങനെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കണം. പിന്നെ അതേപോലെ ഇതിൽ പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ മുളക് പൊടി ചേർക്കാത്തത് ഒരു സവിശേഷതയാണ്, ഒരു പ്രത്യേകതയാണ്. മാത്രമല്ല പച്ചമുളകും കുരുമുളകും മാത്രമാണ് ഇതിനായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ കുറുമ എല്ലാ ടിഫിൻ ഐറ്റംസിൻ്റെ കൂടെ ഉപയോഗിക്കാവുന്നതാണ്. സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കാറില്ല ഇഡ്ഡലി, ദോശ, ഇടിയപ്പം, ആപ്പം,
പോലെ ചപ്പാത്തി, പൂരി അങ്ങനെ എല്ലാറ്റിനൊപ്പവും നമുക്ക് ഉപയോഗിക്കാം. വളരെ സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു കുറുമയാണിത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇനിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.